വളരെ ലളിതമായി തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. പൊതുവേ ഒരു സമാധാന പ്രിയരെന്നൊക്കെ പറയും. കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് സൽക്കരിച്ച് അവരിരുത്തി അവർക്ക് നല്ല ഭക്ഷണമൊക്കെ ഒന്ന് വിളമ്പി സ്വീകരിക്കാനുള്ള മനസ്സും കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടാനുള്ളൊരു സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്നേഹം കൊണ്ട് ഇവരെ തോൽപ്പിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നിന്ന് തരുന്ന ഒരാൾക്കാരാണ് ഈ പറഞ്ഞ മകയിരം നക്ഷത്രക്കാർ. നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിഷുഫലത്തിൽ മകയിരം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. വിഷു കഴിഞ്ഞാലും വിഷുഫലം തീരുന്നില്ല, ഓരോ നക്ഷത്രത്തിൻ്റെ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. അതിൽ നമ്മൾ ഇന്ന് പറയുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ വിഷുഫലമാണ്. ആദ്യം തന്നെ ഏതൊരു നക്ഷത്രത്തിൻ്റെ പറയുന്നതിന് മുമ്പായിട്ടും, അതായത് വിഷുഫലം പറയുന്നതിന് മുമ്പും അതിൻ്റെ കുറച്ച് ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പം മകയിരം നക്ഷത്രത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം തന്നെ പറയാം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ ലളിതമായി തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. പൊതുവേ ഒരു സമാധാന പ്രിയരെന്നൊക്കെ പറയൂലേ, ആ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നവരാണ് മകയിരം നക്ഷത്രത്തിൽ പിറന്നവർ. അവർ ആരെ വേണേലും സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ആരെ വേണേലും ഇപ്പോൾ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് സൽക്കരിച്ച് അവരിരുത്തി അവർക്ക് നല്ല ഭക്ഷണമൊക്കെ ഒന്ന് വിളമ്പി സ്വീകരിക്കാനുള്ള മനസ്സും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അതുപോലെ ചില സമയത്ത് അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടല്ല എങ്കിൽ, അതായത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടാനുള്ളൊരു സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവരുടെ വീട്ടിലെ ആൾക്കാരായിക്കോട്ടെ, ഇപ്പം ഹസ്ബൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അവരോട് മുഖം നോക്കാതെ തന്നെ പെട്ടെന്ന് ചൂടാവുന്ന ഒരു മനസ്ഥിതി കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർ എല്ലാവരും നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഇവരെ അതുപോലെ തന്നെ സ്നേഹിച്ച് വശത്താക്കാനായിട്ടുള്ളൊക്കെ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്നേഹം കൊണ്ട് ഇവരെ തോൽപ്പിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നിന്ന് തരുന്ന ഒരാൾക്കാരാണ് ഈ പറഞ്ഞ മകയിരം നക്ഷത്രക്കാർ. അത് അവരുടെ ജോലിയിലൊക്കെ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവർ അവരുടെ ഉള്ളിൽ എന്താണെന്ന് പലർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഈ പിടികിട്ടാ പുള്ളിയെ പോലെ തന്നെ അവരിങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യമുള്ള ആൾക്കാരാണ് മകയിരം നക്ഷത്രമുള്ളവർ. എന്നാൽ ഈശ്വര വിശ്വാസവും ഈശ്വര ചിന്തയും ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. കാരണം ഭഗവാനെ വിട്ടൊരു വേറൊരു കളിയില്ല ഇവർക്ക്. ഈശ്വര ചിന്തയാൽ തന്നെ ജീവിച്ച് നല്ല രീതിയിൽ തന്നെ ലളിതമായ ജീവിതം നയിക്കുന്നവരാണ്. നല്ല ബുദ്ധിയും കാര്യവും വിവരവും എല്ലാം ഉണ്ട് ഇവർക്ക്. അത് ആവശ്യത്തിനനുസരിച്ച് അവർ പ്രയോഗിക്കുകയും ചെയ്യും. അതാണ് മകയിരം നക്ഷത്രക്കാർ. ഇപ്പോൾ പൊതുവേ കണ്ടകശനിയുടെ അപഹാരമുള്ള സമയമാണ്. ഇപ്പം 2027 ജൂൺ മാസം 2-ാം തീയതി വരെ. എന്നാൽ അതിൽ കുറച്ച് വ്യാഴത്തിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. എങ്കിലും വളരെയധികം നല്ല രീതിയിൽ തന്നെ ശിവനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്, പറ്റുവാണെങ്കിൽ പ്രദോഷത്തിനൊക്കെ ഒന്ന് പോയി തൊഴുത് ഒരു ജലധാര, ഒരു കൂവളത്തുമാല ഒക്കെ സമർപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോവാം. അതുപോലെ ഇവർക്ക് ആഡംബരമൊക്കെ ആയിട്ട് ജീവിക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇവരുടെ സ്വന്തം കാര്യത്തിൽ ചിലപ്പോൾ ഒരു വീഴ്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ ഉപദേശിച്ച് റെഡിയാക്കാനായിട്ടൊക്കെ അവർക്ക് ഇഷ്ടമാണ്. താൻ ഇങ്ങനെ ചെയ്ത് ശരിയല്ല, അല്ലെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ശരിയല്ല, ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്താലാണ് റെഡിയാവുന്നത്. അതുപോലെ പഠിക്കുന്ന കുട്ടികളോടാണ് പറയും, നല്ല രീതിയിൽ പഠിച്ചു വരണം, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, അങ്ങനെ എത്തിയെന്നൊക്കെ പറയും. ഇവരൊന്നും പഠിച്ച് കാണില്ല, അത് വേറെ കാര്യം. ആ ടൈമിൽ ഇവരും കളിച്ച് കണക്കായിരിക്കും. ഒരു ഘട്ടത്തിലെത്തുമ്പോഴായിരിക്കും അവരും പഠിക്കുന്നത്. എന്നാലും ചെറിയ കുട്ടികളോട് ഇവർ പറയും, ഞങ്ങൾ ആ സമയത്ത് വീട്ടിൽ പുറത്തിറങ്ങാതിരുന്ന് പഠിക്കുമായിരുന്നു എന്ന് പറയും. കുറച്ചൊക്കെ ഇവർക്ക് കുട്ടികളുടെ സ്വഭാവമാണ്. അത്യാവശ്യം പ്രായം ഉള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് മനസ്സിലെപ്പോഴും ഒരു കുട്ടിത്വം ഉണ്ടാവും.
അങ്ങനെ ഒരു നന്മ കാര്യങ്ങളൊക്കെ ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ പല സ്ഥലത്ത് ഇവർക്ക് നല്ല രീതിയിൽ ശോഭിക്കാനും അതുപോലെ തന്നെ പലരുടെയും സ്നേഹം പിടിച്ചു പറ്റാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്ന ഒന്നാണ്. ആരെ വേണേലും ഇവർ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ച് വേണമെങ്കിൽ അവരുടെ ആളാക്കി കളയും. അതായത് അവർ പ്രീതി പിടിച്ചു പറ്റും എന്ന് പറയൂലേ, അല്ലെ ആരെങ്കിലും വീഴ്ത്തി കളയും. അത്രയും ഒരു നല്ല രീതിയിൽ സംസാരിക്കും ഇവർ. സംസാരപ്രിയരാണ്. ആരോടാണ് ഇപ്പോൾ മിണ്ടേണ്ടത് അല്ലെങ്കിൽ ആരോടാണ് ഇവർ സംസാരിക്കുന്നത്. ഇപ്പോൾ പൊതുവെ ഒരു പരിചയമില്ലാത്ത ഒരാളാണെങ്കിലും ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പിന്നെ അവരുമായിട്ട് കമ്പനിയായി, അങ്ങനെ ഇവർ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചവർ അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സറിഞ്ഞ് ഇവർ അവർക്ക് സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ച്, അതായത് ആവശ്യമില്ലാതെ അല്ല, കറക്റ്റായിട്ടുള്ള, അപ്പോൾ അവർക്ക് തോന്നും ഇവർ നല്ല ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വീഴ്ത്തിക്കളയും. അങ്ങനെ ഒരു കാര്യമൊക്കെ ഇവർക്കുണ്ട്. ഈശ്വര ചിന്തയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഒരു നല്ല കാര്യമാണ് വരുന്നത്. എന്നാൽ ചെറിയ കാര്യങ്ങളിൽ പോലും ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വരും ഇവർക്ക്. ഇവർക്ക് അങ്ങനെ ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു കാര്യം ചെയ്ത് ശരിയാണോ, എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ ഒരു ടെൻഷൻ. എന്നാൽ ചില കാര്യത്തിൽ അതില്ല. മിക്കവാറും കാര്യങ്ങളിലാണ് ഈ പറഞ്ഞ ടെൻഷനും കാര്യങ്ങളും കൊണ്ട് പല കാര്യങ്ങളും തെറ്റിച്ചു വെക്കുന്നത്. എന്നാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് അവരുടെ വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ അവരുടെ ജോലിപരമായിട്ടൊക്കെ 1%, 110% അതിൻ്റെ അകത്ത് കോൺഫിഡൻ്റ് ആണ്. കാരണം അവർക്ക് അറിയാൻ കാര്യങ്ങൾ ഇന്നതാണ്. ഇല്ലെങ്കിൽ അവർ കുറച്ച് കള്ളത്തരവും പറഞ്ഞ് റെഡിയാക്കും. അതാണ് മകയിര നക്ഷത്രക്കാരുടെ ഒരു വിജയം. അല്ല, അവരുടെ സ്വഭാവം അതാണ്, ഗുണം തന്നെയാണ്. കള്ളത്തരം പറയാത്ത ആരുമില്ല. എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള, വലിയ മോഷണ കള്ളത്തരമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള പിടിച്ചു വയ്ക്കാൻ. ഇപ്പോൾ ഇന്ന് താമസം എന്ത് പറ്റി, സാറേ ഇന്ന് വണ്ടി കിട്ടിയില്ല, ലേറ്റായിപ്പോയി, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ഉടമകളാണ് മകയിര നക്ഷത്രക്കാർ. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു 32 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു നല്ല ജീവിതവും കാര്യങ്ങളും ഒരു സന്തോഷമൊക്കെ ഇവരുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മകയിര നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാം. മകയിര നക്ഷത്രക്കാരുടെ വിഷുഫലത്തിൽ പ്രധാനമായിട്ട് ഈ വർഷം അവർക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സമയമാണ്. അതായത് അവർക്കൊരു സാമ്പത്തിക ലാഭം, സാമ്പത്തിക നേട്ടം, ഇതൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷത്തെ വിഷുഫലത്തിൽ മകയിര നക്ഷത്രക്കാർക്ക്. പലവിധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഈ വർഷം അവർ പറഞ്ഞു തീർത്ത് അവരൊരു കോംപ്രമൈസിന് ശ്രമിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ എന്തെങ്കിലും എതിരെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണെങ്കിൽ ഈ പ്രാവശ്യം, അതായത് ഈ വർഷം അവർ സംസാരിച്ച് തീർത്ത് കാര്യങ്ങളൊക്കെ അവരുടെ രീതിയിൽ തന്നെ അവസാനം കൊണ്ടുവരുന്ന ഒരു സമയം. അതായത് അതായത് ഇവരെ എതിർത്ത് നിന്നവർ പോലും മനസ്സിലാക്കാതെ, അതായത് കുറച്ച് നാൾ കഴിഞ്ഞാൽ അറിയുള്ളൂ ഇവർ ആ രീതിയിലാണല്ലോ സംസാരിച്ചത്. അത്രയും ഫാസ്റ്റാണ് ഇവരുടെ പരിപാടി ഈ പ്രാവശ്യം, അതായത് ഈ വർഷം. അപ്പോൾ ആ രീതിയിൽ കോംപ്രമൈസിന് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർക്ക് അനുകൂലമായിട്ടൊക്കെ സംസാരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ അവർ വന്നതെന്ന് അവർ തന്നെ വിചാരിക്കും, ഇവർക്ക് ഓപ്പോസിറ്റ് നിന്നവർ. അത്രയധികം നല്ല രീതിയിലുള്ളൊരു വിജയം കാര്യങ്ങളൊക്കെ ഈ വർഷം മകയിര നക്ഷത്രത്തിനുണ്ടാവും. കിട്ടാനുള്ള കടങ്ങൾ കാര്യങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്, തിരിച്ച് കിട്ടുന്ന ഒരു സമയമാണ്. അതായത് നമ്മളെവിടെയെങ്കിലും കടം ഒക്കെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായി തന്നെ നേട്ടം കൈവരിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുഫലത്തിൽ മകയിര നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ കലാകാരന്മാർക്കൊക്കെ പൊതുവെ നല്ലൊരു സമയം കൂടിയാണ് ഈ വർഷം. മകയിര നക്ഷത്രത്തിൽ പിറന്ന കലാകാരന്മാർക്ക് നല്ലൊരു സമയം. കാരണം കൂടുതൽ പരിപാടികൾ കാര്യങ്ങളൊക്കെ വരാനും അവർക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഉടലെടുക്കാനും, അതായത് പുതിയ ഒരു, ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാണെങ്കിൽ ഒന്നല്ല രണ്ടാമത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടി പഠിച്ച് അങ്ങനെ ഒരു കാര്യത്തിലേക്കൊക്കെ കടക്കുവാനും ഒക്കെ നല്ല യോഗമുണ്ട്. കുട്ടികൾക്കൊക്കെ പഠനകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നല്ലൊരു വിജയവും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷം. കണ്ടകശനിയുടെ അപഹാര കാലഘട്ടം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ശിവൻ്റെ ക്ഷേത്രത്തിൽ
നേരത്തെ പറഞ്ഞ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശോഭിക്കും. അതുപോലെ തന്നെ നാഗത്തിന് ഇപ്പം ഇനി വരുന്നൊരു സമയത്ത്, അതായത് കന്നിമാസത്തിലെ ആയില്യം അല്ലെങ്കിൽ തുലാമാസത്തിലെ മണ്ണാറശാല ആയില്യത്തിനൊക്കെ പോയി ഒരു 100 പാലും ഒക്കെ സമർപ്പിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. കാരണം എന്തെങ്കിലും വിഷബാധയോ അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ അങ്ങനെ കുറച്ച് കാണുന്ന ആൾക്കാരാണിത്. അതായത് ദുർചിന്തകൾ എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ ദുസ്വപ്നം, പാമ്പിനെ കാണുക, അല്ലെങ്കിൽ ആന ഓടിക്കുന്നത് കാണുക, അങ്ങനെയുള്ള പല ദുസ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് റെഡിയാകാനായിട്ട് നാഗത്തിൻ്റെ ഒരു പ്രീതി നേടുന്നതിന് ഇനിയിപ്പോൾ കന്നിമാസത്തിലെ ആയില്യമോ അല്ലെങ്കിൽ തുലാമാസത്തിലെ ആയില്യത്തിന് പോയി ഏതെങ്കിലും അടുത്തുള്ളൊരു ക്ഷേത്രത്തിലെ കാവിൽ പോയി ഒരു 100 പാലും സമർപ്പിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ക്ഷേത്രങ്ങളിൽ ഞാൻ പൂജ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. എന്നെ കുറച്ച് കാവുണ്ട്, അവിടെയും നമ്മൾ 10 ഉദയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 100 പാലും തളിച്ചുകൂടെയെന്ന് നമ്മുടെ കാവിലില്ല. പിന്നെ കന്നിമാസത്തിലെ ആയില്യം ചിലപ്പം തുലാമാസത്തിലെ ആയില്യത്തിന് പിന്നെ തുറക്കുള്ളൂ. കാരണം ഈ പറഞ്ഞ നാഗത്താന്മാരെ അടയിരിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് നമ്മൾ പൂജ ചെയ്യാറില്ല. ആ സമയത്ത് അവരുടെ സംരക്ഷണം നമ്മൾ കൊടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. എപ്പോഴും എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഒന്നില്ല വെട്ടിക്കോട്ട ആയില്യം തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ല മണ്ണാറശാല ആയില്യം തൊട്ടായിരിക്കും അവിടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പോയി നിങ്ങൾ ഒരു 100 പാലും തളിച്ചുകൂട അല്ലെങ്കിൽ 100 പാലും ചെയ്യിക്കുക, ഒരു മഞ്ഞൾ പൊടി കൂടി സമർപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയായിട്ട് തന്നെ നടക്കും. മകയിരം നക്ഷത്രത്തിൽ ഉള്ള ആൾക്കാർ ഈ വർഷം അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും വേഗം ചികിത്സാ സഹായം, അതായത് ഡോക്ടറിനെ പോയി കാണണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് പല വിധത്തിലുള്ള ചിലപ്പോൾ കാലുവേദനയാകാം, അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ആകാം. അത് എത്രയും വേഗം ഡോക്ടറിനെ കാണിക്കുക. പ്രായമുള്ളവർക്കാണെങ്കിൽ വാദം പോലുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാഹചര്യം, വേദന, മുട്ടുവേദന, അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദന കാര്യങ്ങളൊക്കെ വരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാകാം. അപ്പോൾ എത്രയും പെട്ടെന്നത് ഡോക്ടറിനെ കാണിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം അത് പെട്ടെന്ന് തന്നെ മാറുന്നൊരു കാര്യമാണ്. അവരുടെ എത്രയും പെട്ടെന്ന് ചികിത്സ സഹായം കാര്യങ്ങളൊക്കെ അത് പോയി കാണിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ ആർക്കും കടം കൊടുക്കാതിരിക്കുക. കാരണം ഇങ്ങനെ കടം കൊടുത്തു കഴിഞ്ഞാൽ ഈ വർഷം ഒരു ബുദ്ധിമുട്ടാണ്. അത് തിരിച്ചു കിട്ടാനുള്ളൊരു ഭാഗ്യമൊക്കെ കുറച്ച് കുറവാണ്. അതുപോലെ ക്രയവിക്രയങ്ങളിലൊക്കെ എന്തെങ്കിലും നമ്മൾ ബിസിനസ് പരമായിട്ടൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ സമ്പൂർണ്ണ വിജയമാണ്, 100% വിജയമാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഈ വർഷം നല്ലൊരു ഭാവി തന്നെ കാണുന്നുണ്ട്. ധൈര്യമായിട്ട് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞ് തിരുമേനി പറഞ്ഞിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ പോയി എന്ന് പറയരുത്. കുറച്ച് നമ്മൾ ചിന്തിക്കുകയും കൂടി വേണം. കാരണം നമുക്ക് ഇത് തിരിച്ചു കിട്ടുന്ന ഒരു കാര്യം കൂടിയാണോ എന്ന് നോക്കിയിട്ട് വേണം പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന ആൾക്കാരിലും ഈ വർഷം ഒരു സമ്പൂർണ്ണ വിജയം തന്നെയാണ് കാണുന്നത്. സാമ്പത്തികമായിട്ട് തന്നെ നേട്ടം കൈവരിക്കുന്ന ഒരു വർഷം കൂടിയാണിത്. അതുപോലെ ആഡംബരമായിട്ടുള്ള പല വസ്തുക്കളും, ചിലപ്പോൾ വലിയ കാറാകാം, അതുപോലെ തന്നെ അത്യാവശ്യം വലിയ ചിലപ്പോൾ 1 കോടിയുടെ ഒക്കെ വീടാകാം. അങ്ങനെയൊക്കെ വാങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷം മകയിര നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ പല ആപത്തുകളൊക്കെ വന്നു ചേരുമെങ്കിലും ഈശ്വരാനുഗ്രഹം ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ആപത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നതാണ് ഈ വർഷം. പ്രധാനമായിട്ട് ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കുക, കുറച്ച് അഗ്രസീവായിട്ടൊക്കെ പ്രവർത്തിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചില പൊട്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പം എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഇവർക്ക് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അതായത് അത്യാവശ്യം നിങ്ങൾ നന്നാവണം എന്ന ആഗ്രഹമുള്ളവരുടെയൊക്കെ മാത്രം ചോദിക്കുക, ഇതിനൊരു ഡിസിഷൻ പറയണം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തരും. അത് നല്ല ഫ്രണ്ട്സൊക്കെ കാണൂലേ, ഒന്നുമില്ലെങ്കിൽ വീട്ടുകാരോട് തന്നെ ചോദിക്കുക. അങ്ങനെ ചെയ്യുക. അതായത് പൊട്ടത്തരമായിട്ടൊന്നും ചെയ്യരുത്. അതങ്ങനെ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ പലർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ബുദ്ധി
ബുദ്ധിക്കും കഴിവിനും അനുസരിച്ചുള്ള കാര്യങ്ങളെന്നൊക്കെ പറയാൻ നേരത്ത് കുറച്ച് കൺഫ്യൂഷൻ ആയിപ്പോവും. ഇതെന്താണ് ഇങ്ങനെ, അതിനും ഭേദം ഉള്ള കാര്യം അങ്ങ് പറയുക എന്നുള്ളതല്ലേ. അതാണ് ഞാൻ അങ്ങനെ തന്നെ പറയണത്. ഇവർക്ക് പല കാര്യത്തിലും ചിലപ്പോൾ കൺഫ്യൂഷൻസ്, പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് ഒന്ന് ഇവരെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിലും ഒരാളോടുകൂടി ഇവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ പറയും. ഇല്ലെങ്കിൽ വീട്ടുകാരോട് തന്നെ ചോദിക്കാം. വീട്ടിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഉണ്ടാവും, അവർ തന്നെ പറയും ഇതിനെക്കുറിച്ച്. മോളെ ഇങ്ങനെ ചെയ്താൽ മതി, അല്ല മോനെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ ഈ പറഞ്ഞ 1-2 വഴിപാടുകൾ കാര്യങ്ങളുണ്ട്, അതും കൂടി ചെയ്യുക. ഈ വർഷം കുറച്ച് പ്രശ്നങ്ങൾ, ഉദരസംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും അതായത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് ശനിയുടെ ഒരു അപഹാരം ഉള്ളതുകൊണ്ടാണ്. കാലിനൊക്കെ ചിലപ്പോൾ വയ്യാഴിക കാര്യം, കണ്ടകശനി ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നേട്ടവും അതുപോലെ നല്ല ജോലിയും ഒക്കെ വരുന്നൊരു സമയമാണ്. ഇപ്പോഴുള്ള ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ബോസ് അല്ലെങ്കിൽ അതിന് തൊട്ടും മേളിലുള്ള ആളുമായിട്ടൊക്കെ കുറച്ച് അപ്രീതിയൊക്കെ സമ്പാദിക്കുന്ന സമയമാണ്. കാരണം ചിലപ്പോൾ ഇവർ കള്ളത്തരമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ലീവ് എടുക്കും, അല്ലെങ്കിൽ ജോലിയിലൊക്കെ കുറച്ച് ഉഴപ്പ് കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് ടാർഗറ്റ് എത്താത്തത് കൊണ്ടും മേലധികാരികളുടെ ഒരു അപ്രീതി കാര്യങ്ങളൊക്കെ സമ്പാദിക്കുന്ന ഒരു സമയമാണ്. എങ്കിൽ പോലും ഈശ്വരാനുഗ്രഹം കാര്യങ്ങളുള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ പോവാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, അതായത് ഇപ്പോഴത്തെ സമയം, അതുപോലെ വിവാഹം തടസ്സം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അത് ഈ നക്ഷത്രം മാത്രമല്ല, ഏത് നക്ഷത്രക്കാരാണേലും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇപ്പോഴത്തെ സമയം, മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. അപ്പോൾ എല്ലാവരെയും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.